ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്ഫങ്ഷണൽ തിങ്കിങ് ആണ്. ഈ ടോപ്പിക്ക് കുറച്ച് ലോങ് ടോപ്പിക്കാണ്. ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ 3 ലെവൽസ് ഓഫ് തിങ്കിങ് ഡിസ്കസ് ചെയ്യും. ഇൻഫറൻസസ്, ഇവാലുവേഷൻ, കോർ ബിലീഫ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ 7 ഇൻഫറൻഷ്യൽ ഡിസ്റ്റോർഷൻസ്, 2 ടൈപ്സ് ഓഫ് ഡിസ്റ്റർബൻസസ്, ഇവാലുവേഷൻ അതിൻ്റെ 4 ടൈപ്സ്, പിന്നെ കോർ ബിലീഫ്സ് ഡീറ്റെയിൽ ആയിട്ട് അസംഷൻ്റെയും റൂൾസിൻ്റെയും എക്സാമ്പിൾസൊക്കെ കുറച്ച് എക്സാമ്പിൾസൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഡിസ്ഫങ്ഷണൽ തിങ്കിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഫീലിങ്സിനെ നിർണ്ണയിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അതായത് നമ്മൾ എന്ത് ഫീൽ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, നിർണ്ണയിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. വാട്ട് പീപ്പിൾ തിങ്ക് ഡിറ്റർമിൻസ് ഹൗ ദേ ഫീൽ എന്നുള്ളതാണ്. ഇനി നമ്മുടെ തോട്ട്സ് നമുക്ക് പ്രോബ്ലമാറ്റിക് ആവാം. അപ്പോൾ ഏത് തോട്ട്സാണ്, ഏത് തിങ്കിങ് ആണ് നമുക്ക് പ്രോബ്ലമാറ്റിക് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള തിങ്കിങ് ആണ്? ഇറാഷണൽ തിങ്കിങ്, ഇറാഷണൽ ബിലീഫ് അല്ലെങ്കിൽ ഇറാഷണൽ തോട്ട്സാണ് പ്രോബ്ലമാറ്റിക് ആവുന്നത്. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ഇല്ലോജിക്കലായിട്ടുള്ള തോട്ട്സ്, ഇല്ലോജിക്കലായിട്ടുള്ള ബിലീഫ്സാണ് പ്രോബ്ലമാറ്റിക് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിന് ഇറാഷണൽ തിങ്കിങ്, ഇറാഷണൽ ബിലീഫ്സ് എങ്ങനെയാണ് പ്രോബ്ലമാറ്റിക് ആവുന്നത്? ഇത്തരത്തിലുള്ള ചിന്തകളുള്ള ഒരു ഡിസ്ഫങ്ഷണൽ തിങ്കിങ് ഉള്ള ആളുകൾക്ക് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അത് ബ്ലോക്കാക്കും ഇത്തരം ചിന്തകൾ. അതേപോലെ തന്നെ അവർക്ക് എക്സ്ട്രീം ഇമോഷൻസ് ആയിരിക്കും അവരിൽ ഉണ്ടാവുന്നത്, പേഴ്സിസ്റ്റൻ്റ് ആയിട്ട്. അതായത് എപ്പോഴെങ്കിലും അല്ല, പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് അവരിൽ എക്സ്ട്രീം ഇമോഷൻസാണ് ഉണ്ടാവുന്നത്. അത് കാരണം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും, ഡിസ്ട്രെസ് ഉണ്ടാവുന്നു. അത് അവർക്ക് നിശ്ചലമാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് കൊണ്ടുണ്ടാവുന്ന ഡിസ്ട്രെസ്സ് കാരണം അവരെ തന്നെ ഹാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ ഹാം അല്ല എപ്പോഴും ദേ ആർ ഹാമിങ് ദംസെൽഫ്, അതേഴ്സ് ആൻഡ് ദെയർ ലൈഫ് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഡിസ്ഫങ്ഷണൽ തിങ്കിങ്ങിലൂടെ, ഈ ഡിസ്ഫങ്ഷണൽ തിങ്കിങ് അവരുടെ റിയാലിറ്റീനെ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അവരുടെ റിയാലിറ്റീനെ മിസ്ഇൻ്റർപ്രിട്ടേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ റിയാലിറ്റി അല്ല അവർ അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. പകരം അവർ അതിനൊക്കെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാണ്, റിയാലിറ്റീനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ദാറ്റ് ഇറ്റ് ഡിസ്റ്റോർട്ട്സ് റിയാലിറ്റി. ഈ ഡിസ്ഫങ്ഷണൽ തിങ്കിങ്ങിനെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇല്ലോജിക്കൽ വേ ഓഫ് ഇവാലുവേറ്റിംഗ് വൺ സെൽഫ്, അതേഴ്സ് ആൻഡ് ദ വേൾഡ്. ഒരു ലോജിക്കില്ലാത്ത ഒരു വേ ഓഫ് ഇവാലുവേറ്റിംഗ് ആണത്. അവനവനെ, ബാക്കിയുള്ളവരെ, അവരുടെ ലൈഫിനെ തന്നെ ഇല്ലോജിക്കൽ വേ ഓഫ് ഇവാലുവേഷൻ നടത്തുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ലെവൽസ് ഓഫ് തിങ്കിങ് ആണ്. അതായത് ഹ്യൂമൻ തോട്ട്സ്, ഹ്യൂമൻ തിങ്കിങ്ങിൻ്റെ 3 ലെവൽസ്: കോർ ബിലീഫ്സ്, ഇൻഫറൻസസ്, ഇവാലുവേഷൻ. അതിൽ കോർ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ അതായത് വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് ഡീപ്ലി നമ്മുടെ ഉള്ളിലൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മളെ പറ്റിയുള്ളത്, ബാക്കിയുള്ളവരെ പറ്റിയിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ളത്, ലോകത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഡീപ്ലി ഹെൽഡ് വ്യൂസ്, കാഴ്ചപ്പാടാണ് കോർ ബിലീഫ്സ് എന്ന് പറയുന്നത്. ഈ കോർ ബിലീഫ്സ് യൂഷ്വലി സബ് കോൺഷ്യസ് ആണ്. ഇതാണ് നിർണ്ണയിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിതത്തിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ കോർ ബിലീഫ്സാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരികയാണ്, ഒരു ഇവൻറ്റ് വരുമ്പം നമ്മൾ കോൺഷ്യസ്ലി ചിന്തിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ കോൺഷ്യസ്ലി ചിന്തിക്കുന്നത് നമ്മളെ കോർ ബിലീഫ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മളിത് ഇനി എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ അടുത്തത് ഇൻഫറൻസസ് ആണ്. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുന്ന, നമ്മുടെ ചിന്തയിൽ വരുന്ന നമ്മുടെ ഊഹങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇൻഫറൻസസ്, അതായത് ബേസ്ഡ് ഓൺ വാട്ട് വി ഒബ്സർവ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗസ്സസ്, ഇൻഫറൻസസ്, അതാണ് ഇൻഫറൻസിലുള്ളത്. ഇതൊക്കെ കോർ ബിലീഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഉള്ളത്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ
നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഇൻഫറൻസസിൻ്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ, നമ്മൾ ജഡ്ജ്മെൻറ്റ് നടത്തുന്നു, നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നു. അതാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി വ്യക്തമാവും നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ. അതായത് അയാളുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത് അയാൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് അതായത് വളരെ സേഫ് ആയിരിക്കണം, പ്രിഡിക്റ്റബിൾ ആയിരിക്കണം. അതായത് ഫുള്ള് പ്ലാൻ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഒരു പുതിയ കാര്യങ്ങളൊന്നും നടക്കരുത്. ഫുള്ള് അയാൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ജീവിതം പോകണം. അതേപോലെ തന്നെ വളരെ സേഫായിരിക്കണം. എന്നാൽ മാത്രമേ അയാൾ ഹാപ്പി ആവുള്ളൂ. അതാണ് ഒരാളുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോർ ബിലീഫുള്ള ഒരാൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സാധ്യത കാണുമ്പോൾ തന്നെ അയാൾ ഹൈപ്പർ സെൻസിറ്റീവ് ആവും. അതേപോലെ തന്നെ എന്തെങ്കിലും റോങ് ആയിപ്പോവോ, എന്തെങ്കിലും തെറ്റിപ്പോവോ, എന്തെങ്കിലും മാറിപ്പോവോ എന്നുള്ള ഒരു ഓവർ എസ്റ്റിമേഷൻ അയാളിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഒരു രാത്രി ഇയാൾ നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടു. അപ്പോൾ ഇങ്ങനത്തെ കോർ ബിലീഫുള്ള ഇയാൾ നടത്തുന്ന ഒരു ഇൻഫറൻസ്, ഇയാളിൽ ഉണ്ടാവുന്ന ഒരു ഗെസ്സ് എന്ന് പറഞ്ഞാൽ അത് കള്ളനാരോ വന്നതാവാം എന്നുള്ളത്. അപ്പോൾ രാത്രി വേറെ ശബ്ദം കേൾക്കുമ്പോൾ അത് എന്തും ആവാം, വേറെ ആനിമൽസ് പോയതാവാം, വേറെ എന്തും ആവാം, ഇപ്പം പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും ശബ്ദങ്ങളാവാം. പക്ഷേ ഇയാളുടെ കോർ ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയാളെ ഇൻഫറൻസ് ഉള്ളത്. അപ്പോൾ ഇയാളെ ഇൻഫറൻസ് എന്താ, അതായത് സെക്കൻഡ് ലെവൽ എന്താ, അതായത് വേറെ ആരോ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ കള്ളം വരികയാണെന്നുള്ളത്. ഈ ഇൻഫറൻസിൻ്റെ ബേസിസിലാണ് പിന്നെ അടുത്ത ലെവൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് എന്തോ ഒരു ദുരന്തം നടക്കാൻ പോവാണ്, എന്നിട്ട് ഇതാലോചിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു തോട്ടിൻ്റെ ബേസിസിൽ അയാൾ പാനിക് ആവാണ്. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾ ക്ലിയറായിട്ട് ഈ 3 ലെവൽസ് ഓഫ് തിങ്കിങ് കാണാം. അങ്ങനെ ഓരോന്നിൻ്റെയും ബേസിസിലാണ് ഓരോന്ന് വരുന്നത്, എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ് കോർ ബിലീഫിൽ എന്ന് നമുക്ക് കാണാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അയാളുടെ കോർ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടമാവണം, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം. അതാണ് അയാളുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരികയാണ്, ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പ്രൊജക്റ്റിൽ എന്തിനോ ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. പക്ഷേ ഈ ആൾക്ക് വേറൊരു ജോലി ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രണ്ട് ചോദിക്കുന്ന സമയത്ത് ഇയാളുടെ തോട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഇൻഫർ ചെയ്യാണ്, ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ പറ്റി മോശം വിചാരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് കോർ ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയാളുടെ തിങ്കിങ്ങിൻ്റെ ലെവൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇഫ് ഐ സേ നോ ഷീ വിൽ തിങ്ക് ബാഡ് അബൌട്ട് മീ. പിന്നെ ഈ ഇൻഫറൻസിൻ്റെ ബേസ് ചെയ്തിട്ട് അയാൾ വരുന്ന ജഡ്ജ്മെൻറ്റ്സ്, അയാൾ ജഡ്ജ് ചെയ്യണം, അയാൾ നടത്തുന്ന അയാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതാണ്, എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല, എന്നെ ഞാൻ സെൽഫിഷ് ആവും എന്നുള്ള രീതിയിൽ അയാൾ ചിന്തിക്കുകയാണ്. എനിക്ക് ഇത് ഡിസപ്രൂവ് ചെയ്യാൻ പറ്റില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത് എന്നെ ഒരു സെൽഫിഷ് ആക്കും എന്നുള്ള രീതിയിൽ അയാൾ വരികയാണ്. അങ്ങനെ ഇത്തരം ചിന്തകളിൽ വന്നതുകൊണ്ട് അയാൾ ആൻഷ്യസ് ആവുകയാണ്. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് യെസ് എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലും കാണാം എത്രത്തോളം ഈ കോർ ബിലീഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അയാൾ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ CT അതായത് കോഗ്നിറ്റീവ് തെറാപ്പിയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഇൻഫറൻഷ്യൽ ടൈപ്പ് തിങ്കിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലയൻറ്റിനെ റിയാലിറ്റി, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ബിലീഫ്സിലുള്ള റിയാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെറാപ്പിസ്റ്റ് ഹെൽപ്പ് ചെയ്യണത്. ഇനി RABTയിലാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യണത് ഇവാലുവേറ്റീവ് ടൈപ്പ് തിങ്കിങ് ആണ്. അപ്പോൾ RABT പ്രാക്ടീഷണേഴ്സ് ഇവരുടെ ഈ ബിലീഫിൻ്റെ, ഈ വിശ്വാസത്തിൻ്റെ പിന്നിലുള്ള ലോജിക്കിനെയാണ് എക്സാമിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് അവിടെ യൂസ് ചെയ്യണത്. ഇങ്ങനെ RABTയിലായാലും CTയിലായാലും ഇവരുടെ അൾട്ടിമേറ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഈ കോർ ബിലീഫ്സ് തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ക്ലിയറായിട്ട്
അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനൽ കഴിഞ്ഞ ഇത് ബ്ലോക്ക് 2-ലെ സെക്കൻഡ് യൂണിറ്റാണ്. ബ്ലോക്ക് 2-ലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യാം. ഇനി നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ ബാക്കി 2 ടൈപ്സ് ഓഫ് ഡിസ്റ്റർബൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ RABT അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് RABTയിൽ 2 തരത്തിലുള്ള 2 വേസിലാണ് നമ്മൾ നമ്മളെ തന്നെ അപ്സെറ്റ് ചെയ്യിക്കുക എന്നാണ് പറയണത്. നമ്മൾ നമ്മളെ തന്നെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കുന്നത് 2 വേസിലാണ് എന്നാണ് പറയണത്. അപ്പോൾ പല അപ്രോച്ചിൽ പല കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത്. അപ്പോൾ RBTയിൽ പറയണത് ഈ 2 വേസാണ്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഈഗോ ഡിസ്റ്റർബൻസ്, രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഡിസ്കംഫേർട്ട് ഡിസ്റ്റർബൻസ്. അപ്പോൾ ആദ്യത്തെ വേ ഓഫ് ഡിസ്റ്റർബിങ് എന്ന് പറഞ്ഞാൽ ഈഗോ ഡിസ്റ്റർബൻസ് ആണ്. അതായത് നമ്മളെ പറ്റി തന്നെ നമുക്കുള്ള ഇറാഷണൽ ബിലീവ്സ്, അൺറിയലിസ്റ്റിക് ബിലീവ്സ്. അപ്പോൾ നമ്മളൊന്നിനും നമ്മൾ വർത്ത്ലെസ് ആണ്, അൺലവബിൾ ആണ് എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനത്തെയൊക്കെ ചിന്തയാണ്. അപ്പോൾ അതാണ് ഈഗോ ഡിസ്റ്റർബൻസ്. രണ്ടാമത്തത് ഡിസ്കംഫേർട്ട് ഡിസ്റ്റർബൻസ്. ഡിസ്കംഫേർട്ട് ഡിസ്റ്റർബൻസ് എപ്പോഴാണ് ഉണ്ടാവുക? ഒരാൾക്ക് ഇറാഷണൽ ബിഹേവിയർ അബൌട്ട് ദ എബിലിറ്റി ടു ഹാൻഡിൽ ഡിസ്കംഫേർട്ട്. അതായത് ഒരു ഡിസ്കംഫേർട്ട് ഹാൻഡിൽ ചെയ്യാൻ അയാൾക്ക് പറ്റുക എന്നുള്ള എബിലിറ്റി, അയാളുടെ ആ എബിലിറ്റിനെ പറ്റിയുള്ള ഇറാഷണൽ തോട്ട്സ്. അതായത് ഇയാളുടെ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഡിസ്കംഫേർട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് എപ്പോഴും അതുകൊണ്ട് തന്നെ എപ്പോഴും ആൻഷ്യസ് ആയിരിക്കും. അയാൾക്ക് എപ്പോഴും ലൈഫ് ഈസി ആൻഡ് എൻജോയബിൾ ആയിരിക്കണം. അല്ലാത്ത എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എല്ലാം തോന്നുകയാണെങ്കിൽ വളരെ ഓവർവെൽമിങ്ങും ആൻഷ്യസൊക്കെ ആയിട്ട് അയാൾ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ഒന്നാമത്തത് ഈഗോ ഡിസ്റ്റർബൻസ് ആണ്. ഇത് നടക്കുന്നത് നമ്മളെ പറ്റിയിട്ടുള്ള തന്നെ ഇറാഷണൽ ബിലീഫ്സിലൂടെയാണ്. പിന്നെ രണ്ടാമത്തെ ഡിസ്കംഫേർട്ട് ഡിസ്റ്റർബൻസ് ആണ്. അതിലെന്താ വെച്ചാൽ നമ്മൾക്ക് അതായത് നമുക്ക് ഡിസ്കംഫേർട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റീന് പറ്റിയുള്ള ഇറാഷണൽ ബിലീഫ്സ് ഉണ്ടാകുമ്പോഴാണ്. ഇനി ഇത് രണ്ടും ഒരുമിച്ചും ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഉണ്ട്. അപ്പോൾ ഇതാണ് 2 ടൈപ്സ് ഓഫ് ഡിസ്റ്റർബൻസസ്. അടുത്തത് നമ്മൾ 7 ഇൻഫറൻഷ്യൽ ഡിസ്റ്റോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ വരുമ്പം നമ്മൾ 2 ലെവൽ ഓഫ് തിങ്കിങ് ഉണ്ടെന്ന് പറഞ്ഞു, ഇൻഫറിങ്ങും ഇവാലുവേറ്റിങ്ങും. അപ്പം ഇൻഫറിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ്. അതായത് നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ഇവൻറ്റ് വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനോട് നമ്മൾ ഗെസ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് ഇൻഫറൻസ് ആണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പൻ, അല്ലെങ്കിൽ എന്താണ് നടന്നിട്ടുണ്ടാവുക, ഇനി എന്താണ് നടക്കുക. അപ്പോൾ ഇതിനൊക്കെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതാണ് ഇൻഫറൻസസ് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഇൻഫറൻസസ്, ഈ ലെവൽ ഓഫ് തിങ്കിങ് ഇറാഷണൽ തിങ്കിങ് ആവുകയാണെങ്കിൽ ഉള്ള 7 ഇൻഫറൻഷ്യൽ ഡിസ്റ്റോർഷൻസ്. അതായത് ഈ ഇൻഫറൻസസ് ഇങ്ങനെ തിങ്കിങ്, ഇതാണ് നമ്മളെ ലെവൽ. ഈ ഫസ്റ്റ് ലെവൽ ഇൻഫറൻസ്, ഈ ലെവൽ ഓഫ് തിങ്കിങ് ഇറാഷണൽ തിങ്കിങ് ആവുകയാണെങ്കിൽ ഫോളോയിങ് വേസ് ആണുള്ളത്. അങ്ങനെ ഒരു 7 വേസ് ഇതിൽ പറയുന്നുണ്ട്. ഇറാഷണൽ ഇൻഫറൻസസ്. അതിൽ ആദ്യത്തെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്. അതായത് 2 എക്സ്ട്രീംസേ കാണുന്നുള്ളൂ. അതായത് ഒന്ന് പെർഫെക്റ്റ് വേഴ്സസ് യൂസ്ലെസ്. അതായത് നമ്മൾ പെർഫെക്റ്റാണ്, ഇത് പെർഫെക്റ്റാണ്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല, യൂസ്ലെസ് ആണ്. അതിൻ്റെ ഇടയിൽ എന്നൊരു കാര്യമൊന്നുമില്ല. സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ, റൈറ്റ് റോങ്, ഗുഡ് ബാഡ്, മോറൽ വേഴ്സസ് ഇമ്മോറൽ. അപ്പോൾ ഇങ്ങനെ 2 എക്സ്ട്രീംസ് മാത്രം ചിന്തിക്കുന്ന ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫറൻസസിൽ വരുന്ന ഒരു ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഒരു ഇറാഷണാലിറ്റിയാണ് ഇത്. ഇനി അടുത്തത് ഫിൽട്ടറിങ്. അതായത് പോസിറ്റീവ്സ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട്, പോസിറ്റീവ്സ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുക. എന്തെങ്കിലും നെഗറ്റീവ്, അതായത് എന്തെങ്കിലും ഒരു റോങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചിന്തിക്കുക. അതിൻ്റെ കൂടെ നടന്ന പോസിറ്റീവ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യുക. പിന്നെ ഓവർ ജനറലൈസേഷൻ. അതായത് ഒരു സർക്കംസ്റ്റൻസിൽ, ഒരു സിറ്റുവേഷനിൽ നടന്നിട്ടുള്ളതിനെ മൊത്തത്തിൽ
നമ്മൾ ഹോൾ സിറ്റുവേഷൻ, ഹോൾ സർക്കംസ്റ്റാൻസസ് ആയിട്ട് ഓൾ സിറ്റുവേഷനിൽ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ജനറലൈസ് ചെയ്തിട്ട്, അതായത് ഒരു മിസ്റ്റേക്ക് ഒരാളടുത്ത് പറ്റിക്കഴിഞ്ഞു, എന്നിട്ട് അയാൾ ചിന്തിക്കുകയാണ് ഞാനൊരു മൊത്തത്തിലൊരു ടോട്ടൽ ഫെയിലിയർ ആണെന്ന് ചിന്തിക്കുക. അപ്പോൾ ജനറലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യണത്. അങ്ങനെ എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ, ഒരു മിസ്റ്റേക്ക് നടന്നു കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുന്നത് എല്ലാം മിസ്റ്റേക്കാണ്, ഇതെപ്പോഴും ഒരു ഫെയിലിയറാണ്, പിന്നെ അല്ലെങ്കിൽ ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ചിന്തിക്കുകയാണ് ബേസ്ഡ് ഓൺ എനി വൺ സ്പെസിഫിക് ഇൻസിഡൻറ്റിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ സ്പെസിഫിക് സിറ്റുവേഷൻ്റെ സർക്കംസ്റ്റാൻസസിനെ അയാൾ ജനറലൈസ് ചെയ്യണം. പിന്നെ മൈൻഡ് റീഡിങ്, അതായത് വേറൊരാളുടെ ചിന്തകൾ ഗെസ് ചെയ്തിട്ട് അത് തന്നെയാണെന്ന് വിശ്വസിക്കുക. അതായത് ഇപ്പോൾ അയാൾക്ക് എന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ അയാൾ ഇതാണ് ചിന്തിക്കുന്നത്, അയാളിപ്പോൾ പർപ്പസ്ഫുള്ളി എന്നെ ഇഗ്നോർ ചെയ്യണം. അതായത് വേറൊരാളുടെ ചിന്തകളെ ഇയാൾ ഗെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മൈൻഡ് റീഡിങ്. പിന്നെ ഫോർച്യൂൺ ടെല്ലിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ബിലീഫ്സ് ഉണ്ടാവും, പ്രെഡിക്ഷൻസ് ഉണ്ടാവും. അതൊക്കെ റിയാലിറ്റിയാണെന്ന് വിശ്വസിക്കുകയാണ്. അതൊരു പ്രെഡിക്ഷൻസ് അല്ല, അതൊക്കെ റിയാലിറ്റിയാണ്. ഇവർ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന അതൊക്കെ റിയലാണ് എന്നാണ് ചിന്തിക്കുന്നത്. അതായത് അതിനൊരു എക്സാമ്പിളാണ് തിങ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ്. കാര്യങ്ങൾ ആകെ കുഴയാണ്. അപ്പോൾ അതൊരു പ്രഡിക്ഷനായിട്ടല്ല അവർ കാണുന്നത്, അത് അങ്ങനെ തന്നെയാണ്, ഇനി മൊത്തം കൊള്ളാണെന്ന് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഉള്ളത്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ഡിപ്രസ്ഡ് ഫോർ എവർ, അങ്ങനെ ചിന്തിക്കണം, ഞാനിനി മൊത്തം എനിക്ക് നിരാശയായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. ഇനി ഇമോഷണൽ റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാലിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതായത് നമ്മുടെ ചിന്തകളൊക്കെ നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത് അതാണ് റിയാലിറ്റി എന്ന് ചിന്തിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വിചാരിക്കുന്നത്. ഇത് ഞാൻ ചിന്തിച്ചതാണ്, അപ്പോൾ അത് തന്നെയാണ് ശരി, ഞാൻ ചിന്തിച്ചത് തന്നെയാണ് ശരി എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്ത. ഞാനൊരു ഫെയിലിയർ ആണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്, അപ്പം ഞാൻ ഫെയിലിയർ തന്നെ ആയിരിക്കും, അങ്ങനെ അതാണ് ഇമോഷണൽ റീസണിങ്. ഇനി പേഴ്സണലൈസിങ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ എവിഡൻസും ഇല്ലാതെ അസ്യൂം ചെയ്യാണ്. അതായത് ഈ നടക്കുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ഇയാളാണെന്ന് അസ്യൂം ചെയ്യാണ്. അതായത് ഞാൻ കാരണമാണ് ടീം ഫെയിൽ ചെയ്തത്, തോറ്റത് ഞാൻ കാരണമാണ്, പിന്നെ ഞാനാണ് അയാൾ ഒരു വിഷമം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരാൾക്കൊരു വിഷമം, ഫ്രണ്ടിന് വിഷമം ഉണ്ടായിട്ട് ഇയാൾ കാണുമ്പോൾ ഇയാൾ എന്നെ സ്വന്തമായിട്ട് ഞാനാണ് ഇതിന് റെസ്പോൺസിബിൾ എന്നുള്ള രീതിയിൽ പേഴ്സണലൈസ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഒരു ഇൻഫറൻഷ്യൽ തിങ്കിങ് ൻ്റെ 7 ടൈപ്പ്. ഒരു ഇല്ലോജിക്കൽ വേ, അതായത് 7 ഇൻഫറൻഷ്യൽ ഡിസ്റ്റോർഷൻ. അതായത് ഈ ഇൻഫറൻസസ് എന്ന് പറയുന്ന ലെവൽ ഓഫ് തിങ്കിങ്ങിൽ വരുന്ന ഇറാഷണാലിറ്റി, അതാണ് ഈ 7 ഇൻഫറൻഷ്യൽ ഡിസ്റ്റോർഷനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 7 ടൈപ്സ് കൊണ്ടുവന്നത് ഡിസ്ക്രൈബ് ചെയ്തത് ആരോൺ ബക്കും അവരുടെ അസോസിയേറ്റ്സും ആണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷൻസ് ആണ്. ഇൻഫറൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എന്ന് പറയുന്നത് ഒരു ഗസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക, എന്താണ് നടക്കാൻ പോണത്. അപ്പോൾ ഇറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആണ്. അപ്പോൾ ഈ ഫാക്ട്സ് നമുക്കെങ്ങനെയാണ്, അതായത് ഈ ഫാക്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ് ഇൻ ടേംസ് ഓഫ് വാട്ട് ദേ മെൻ ടു എസ്. നമുക്കെങ്ങനെയാണെന്നുള്ള ബേസിസിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആണ് സെക്കൻഡ് ലെവൽ ഇവാലുവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവാലുവേഷൻസ് എന്ന് പറയുന്നത് പൊതുവിൽ നമ്മൾ മോസ്റ്റ് കേസിൽ കോൺഷ്യസ് ആണ്, പക്ഷെ ചില ഇതിൽ അൺകോൺഷ്യസ്ലി ഉള്ള ബിനീത്ത് അവർ അവെയർനെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ RABTയിൽ നമ്മൾ ഇറാഷണൽ ഇവാലുവേഷനെ ഒരു 4 ടൈപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഡിമാൻഡിങ്നെസ്, ഓഫുലൈസിങ്, ഡിസ്കംഫർട്ട് ഇൻടോളറൻസ്, പീപ്പിൾ റേറ്റിംഗ്. അതിൽ ഡിമാൻഡിങ്നെസ് ആണ് കോർ ടൈപ്പ് ഓഫ് ഇറാഷണൽ തിങ്കിങ്ങിൻ്റെ കോർ ടൈപ്പ് ഡിമാൻഡിങ്നെസ് ആണ്. ഓഫുലൈസിങ്ങും ഡിസ്കംഫർട്ട് ഇൻടോളറൻസും പീപ്പിൾ റേറ്റിംഗും ഒക്കെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ ഡിമാൻഡിങ്നെസ്
എന്താണ്. അപ്പോൾ ഡിമാൻഡിങ്നെസ് എന്ന് പറഞ്ഞാൽ ആ ടേം തന്നെ ഡിമാൻഡിങ് ആണ്. അതായത് ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടക്കണം, ചില മസ്റ്റും ഷുഡുകളും ഇങ്ങനെ തന്നെ നടക്കണം എന്നുള്ള ഒരു 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 നിർബന്ധം, ഡിമാൻഡിങ്. അതായത് പീപ്പിൾ യൂസ് അൺകണ്ടീഷണൽ ഷുഡ് ആൻഡ് അബ്സല്യൂട്ടിസ്റ്റിക് മസ്റ്റ് എന്നാണ്. അതായത് ചില മസ്റ്റുകൾ, സെർട്ടൈൻ തിങ് മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട് ഹാപ്പൻ, ചില കാര്യങ്ങൾ ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കരുത് എന്നുള്ളൊരു ഇതാണ്. അപ്പം അതിന് എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ വിജയിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ ഇതാകെ പ്രശ്നമാവും, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഡിമാൻഡിങ്നെസ്സിൽ പറയണത്. അപ്പോൾ ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിലും ആവാം, വൺ സെൽഫിനോടുള്ളതാവാം, ബാക്കിയുള്ളവരുടെ കാര്യത്തിലുള്ള ഡിമാൻഡിങ് ആവാം. ഇനി അടുത്ത ഓഫുലൈസിങ്. ഓഫുലൈസിങ് എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റിംഗ്. അതായത് ഒരു പാസ്റ്റിൻ്റെ കോൺസിക്വൻസ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇവൻറ്റ്സ്, അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് ഒക്കെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുക. എന്നിട്ട് ഭയങ്കര ടെറിബിൾ, ഓഫുൾ, ഹൊറിബിളൊക്കെ ആയിട്ട് എല്ലാത്തിനെയും കാണുക, വേഴ്സ്റ്റ് ഹാപ്പൻ ആവുമെന്നുള്ളൊരു ചിന്ത. അതായത് ഞാൻ ഈ ടെസ്റ്റിലെങ്ങാനും തോറ്റ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ വേഴ്സ്റ്റ് തിങ്, ഇത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് നടക്കുക എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു എക്സാമിന് തോറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു റിയാലിറ്റീനേക്കാൾ കൂടുതൽ ഇവർ ചിന്തിക്കുകയാണ്, എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ തിങ്കിങ് നടക്കുന്നത്. അടുത്തത് ഡിസ്കംഫേർട്ട് ഇൻടോളറൻസ്. ഇതിന് നമ്മൾ കാൺസിറ്റഡ് ഇറ്റീസ് എന്നും കൂടിയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ അവർക്ക് ചില സിറ്റുവേഷൻസ്, ചില സർക്കംസ്റ്റൻസസ്, ഇവൻറ്റ്സ് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അതെനിക്ക് കാൺ സ്റ്റാൻഡ് ഡിസ്കംഫേർട്ട് ഓർ സ്ട്രെസ്. ചില സിറ്റുവേഷൻസ്, സർക്കംസ്റ്റൻസസ് ഐ കാൺട്ട് ടേക്ക് ഇറ്റ് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഐ കാൺ ഹാൻഡിൽ ആൻഷ്യസ്, ഇറ്റ്സ് ടു മച്ച് ഫോർ മീ. എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അത് വളരെ ഇറ്റ്സ് ടു മച്ച് ഫോർ ദം. അങ്ങനത്തെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഒന്നും അവർക്ക് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതലാണ് എന്നുള്ളൊരു തിങ്കിങ്. അപ്പോൾ ഇങ്ങനെയൊരു ഡിസ്കംഫേർട്ട് ഇൻടോളറൻസ് ഓഫുലൈസിങ്ങിൽ നിന്നാവാം. ഓഫുലൈസിങ് എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്തിട്ട് ചില കാര്യത്തിൻ്റെ കോൺസിക്വൻസ് ചിന്തിക്കണോണ്ടും, പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയൊക്കെ എക്സാജറേറ്റ് ചെയ്ത് ചിന്തിക്കണോണ്ടാവാം ഡിസ്കംഫേർട്ട് ഇൻടോളറൻസ് വരുന്നതും. അങ്ങനെ ഡിസ്കംഫേർട്ട് ഇൻടോളറൻസ് വരുമ്പം ഇവർ കുറച്ച് ഡിമാൻഡ് വെക്കും, അങ്ങനെ ഡിമാൻഡിങ്നെസ് ആവും. അതായത് ഇത്തരത്തിൽ നടക്കണം, ഇത്തരത്തിൽ ചില നിർബന്ധ ബുദ്ധികളൊക്കെ അവിടെ വരുന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് പീപ്പിൾ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വി ആർ ജഡ്ജിങ് സംവൺസ് എൻറ്റയർ വർത്ത്. ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാണ്. അതായത് എന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിൽ ഒരാളെ കംപ്ലീറ്റ്, അതായത് നമ്മളെയോ അല്ലെങ്കിൽ വേറൊരാളെയോ കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഇത് ഓവർ ജനറലൈസേഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ ഞാനൊരു മോശം കാര്യം ചെയ്തു, അതുകൊണ്ട് ഞാൻ ഏറ്റവും മോശപ്പെട്ട ആളാണെന്നുള്ള ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ വരുമ്പം ഇത് ഇങ്ങനെ ഡിപ്രഷൻ, അതേപോലെ തന്നെ സെൽഫ് ഡൗണിങ്, അതിലേക്കൊക്കെ ഇത് എത്തിച്ചേരും. അപ്പം അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഇനി അയാൾ ഫെയിലിയർ ആണ് എന്നുള്ള അങ്ങനെ ഒരു ഇവാലുവേറ്റിംഗ് വൺ സെൽഫ് ഓർ അതർ പേഴ്സൺ ആണ് പീപ്പിൾ റേറ്റിംഗ്. അപ്പോൾ ഇതാണ് 4 ഇറാഷണൽ ഇവാലുവേഷൻ്റെ ടൈപ്പ്. ഇത് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആയിട്ട് ആണ് ഒരു ഇറാഷണൽ ഇവാലുവേഷനിൽ അങ്ങനെയാണ് വരുന്നത്. 1 or more of these 4 types. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് കോർ ബിലീഫ്സ് ആണ്. ഈ ക്ലാസ്സിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഇൻഫറൻസ്, ഇവാലുവേഷൻ, കോർ ബിലീഫ്സൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ, നമ്മൾ എക്സാമ്പിൾസിൽ വെച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇൻഫറൻസും ഇവാലുവേഷൻസും എത്രത്തോളം കോർ ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കണമെന്നുള്ളത്. അതായത് കോർ ബിലീഫ് ഈ ഇൻഫറൻസും ഇവാലുവേഷനെയും ഗൈഡ് ചെയ്യുന്നത് കോർ ബിലീഫ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ കോർ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളവിടെ ഡിസ്കസ് ചെയ്ത്, ഒരു ഡീപ്പായിട്ടുള്ള വ്യൂ എബൌട്ട് വൺ സെൽഫ് അല്ലെങ്കിൽ എബൌട്ട് അതേഴ്സ് അല്ലെങ്കിൽ എബൌട്ട് വേൾഡാണ് കോർ ബിലീഫ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ കോർ ബിലീഫ്സ് എന്ന് പറയുന്നത് അണ്ടർലൈങ് ജനറൽ അസംഷൻസ് ആൻഡ് റൂൾസ് ആണ്.
എന്തിന്? നമ്മൾ ഒരു സിറ്റുവേഷനിൽ, ഒരു ഇവൻറ്റിൽ, ഒരു സർക്കംസ്റ്റാൻസസിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ കോർ ബിലീഫ്സാണ് നമ്മൾ അതിന് ഗൈഡ് ചെയ്യുന്നത്. അതായത് ജനറൽ അസംപ്ഷൻസ് ആൻഡ് റൂൾസാണ് അതിന് വേണ്ടി ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കോർ ബിലീഫ്സ് എന്നുള്ളത് CBT ലിറ്ററേച്ചറിൽ വേറെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. സ്കീമ, ജനറൽ റൂൾസ്, മേജർ ബിലീഫ്സ്, അണ്ടർലൈങ് ഫിലോസഫി എന്നൊക്കെ പറയുന്നുണ്ട്. RIBTയിലും CTയിലും ഇത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോർ ബിലീഫാണ് ഉള്ളത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മളതിനെ റെഫർ ചെയ്യുന്നത് അസംപ്ഷൻസ് ആൻഡ് റൂൾസ് എന്നാണ്. അപ്പോൾ അസംപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബിലീഫ് എബൌട്ട് ഹൗ വേൾഡ് ഈസ്, എങ്ങനെയാണ് ലോകമുള്ളതെന്നുള്ള ഒരാളുടെ ബിലീഫാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫറൻഷ്യൽ ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ, എൻ്റെ ഹാപ്പിനെസ് എൻ്റെ കൺട്രോളിലല്ല ഉള്ളത്, ഇതെൻ്റെ ഔട്ട്സൈഡ് മൈ കൺട്രോളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അസംപ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രോബ്ലംസിനൊക്കെ കാരണം എൻ്റെ പാസ്റ്റിൽ നടന്ന ഇവൻറ്റ്സാണ്. അത് കണ്ടിന്യൂ ചെയ്യുകയാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. എൻ്റെ ഫീലിങ്സും എൻ്റെ ബിഹേവിയേഴ്സൊക്കെ അത് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അസംപ്ഷൻസിന് എക്സാമ്പിൾ. ഇതൊരു ഇൻഫറൻഷ്യൽ ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്. ഇനി റൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രിസ്ക്രിപ്റ്റീവാണ്. അതായത് ബിയോണ്ട് ഡിസ്ക്രൈബിങ് ആണ്. വാട്ട് ഷുഡ് ബി എന്നുള്ളതാണ് റൂൾസാണ്. വാട്ട് ഷുഡ് ബി, എന്താവണം. അതായത് ഇത് ഒരു കുറച്ചും കൂടി ഇവാലുവേറ്റീവ് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്. ഇൻഫറൻഷ്യൽ അല്ല, ഇവാലുവേറ്റീവ് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്. അപ്പം കുറച്ചും കൂടി ഇവാലുവേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഹൗ ഇറ്റ് മീൻസ് ടു അസ് എന്നുള്ളത്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് പറയണത്. അതായത് ഇതിന് എക്സാമ്പിളാണെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്നെപ്പോഴും സ്നേഹിക്കണം, എന്നെപ്പോഴും അംഗീകരിക്കണം. അതുകൊണ്ട് എനിക്ക് അവരെ എതിർക്കാൻ പറ്റില്ല. ഐ മസ്റ്റ് അവോയ്ഡ് ഡിസപ്രൂവൽ ഫ്രം എനി സോഴ്സസ്. അങ്ങനെ ഒരു റൂൾ പോലെയുള്ളതാണ് ഈ കോർ ബിലീഫ്. ഓക്കെ, അതിന് വേറൊരു എക്സാമ്പിളാണ്, എനിക്ക് ഒരു വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അച്ചീവ് ചെയ്യണം. ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതിലൊക്കെ ഞാൻ അച്ചീവ് ചെയ്യണം. ഞാൻ ഒരു മിസ്റ്റേക്കും വരുത്താൻ പാടില്ല. അപ്പോൾ ഇത് ഒരു റൂള് പോലെയാണ്. ഇതിൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? വേറൊരു എക്സാമ്പിളാണെങ്കിൽ, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫ് അൺബെയറബിൾ ആവും, സഹിക്കാൻ പറ്റാത്ത പോലെ ആവും. അപ്പോൾ ഇതുപോലെ വാട്ട് ഷുഡ് ബി അല്ലെങ്കിൽ വാട്ട് കുഡ് ബി എന്നൊക്കെയുള്ള വളരെ പ്രിസ്ക്രിപ്റ്റീവായിട്ടുള്ള കോർ ബിലീഫ്സാണ് നമ്മൾ റൂൾസ്. പിന്നെ നമ്മൾ അസംപ്ഷൻസും കുറച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ്, ഇതിലും കൂടുതൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിസ്ഫങ്ഷണൽ തിങ്കിങ് എന്താണെന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു. അത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 3 ലെവൽസ് ഓഫ് തിങ്കിങ് പറഞ്ഞു, 2 ഡിസ്റ്റർബൻസസ് പറഞ്ഞു, നമ്മുടെ ഹ്യൂമനെ ഡിസ്റ്റർബ് ചെയ്യുന്ന 2 വേയ്സ് പറഞ്ഞു, ഈഗോ ഡിസ്റ്റർബൻസും അതേപോലെ തന്നെ ഡിസ്കംഫർട്ട് ഡിസ്റ്റർബൻസും. പിന്നെ 7 ഇൻഫറൻഷ്യൽ ഡിസ്റ്റോർഷൻസ് ഡിസ്കസ് ചെയ്തു, ഇവാലുവേഷൻസ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ 4 ടൈപ്സ്, ഇറാഷണൽ ഇവാലുവേഷൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ കോർ ബിലീഫ്സ്, അത് അസംപ്ഷൻസ് ആൻഡ് റൂൾസ് കുറച്ച് എക്സാമ്പിളിൻ്റെ ബേസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.